ചിക്കൻ കറിയാണല്ലോ നമുക്ക് എങ്ങനെയുള്ള ഉണ്ടാക്കാം. ഇങ്ങനെ കൂട്ടി കിടക്കണ കോഴിനെ കഴുത്തുറി കുളത്തിടുമ്പോൾ ഇതിങ്ങനെ ചാടി കളിക്കണം. അങ്ങനെ തുള്ളി കളിക്കുന്ന കോഴിനെ പിടിച്ച് കുത്തിയോറി കവറിലേക്ക് കൂട്ടുകാരപ്പം കഴിക്കണം. ഒപ്പം നല്ല വിശപ്പും കൂടെയാണെങ്കിലോ ആഹാ അടിപൊളിയാ. ആരും കാത്ത തുടങ്ങുന്ന ഇവിടുന്ന കഴിക്കാൻ വേണ്ടി പുറത്താണെങ്കിൽ കൂടുതൽ കൂട്ടാനും വേറെ പ്ലാൻ ചെയ്യും. ചിക്കൻ കറി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ ഒന്ന്. പിള്ളേരുടെ ശിഷ്യനായ ശിവാവുകന്റെ കൈക്കറികളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അരമറി ഉള്ളി വെട്ടാനാണെങ്കിലും പുള്ളി പ്രൊഫഷണൽ സ്റ്റൈൽ ഇട്ടിട്ട് ഒരു പരിപാടിയില്ല. ഈ അരിയോട് അരി എഴുതുന്നതാണ് കേട്ടോ. അതിൽ മൊത്തം ഡിസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പുറത്ത് ഭക്ഷണം കഴിയുമ്പോൾ 15 മിനിറ്റ് നെയ്ച്ചോറുണ്ടാക്കി തരുന്നത് 15 മിനിറ്റ് വേണ്ട ഒരു അരി എഴുതി കഴിഞ്ഞിട്ടില്ല. അരി എഴുതി കഴിഞ്ഞാൽ പ്രജുലൊരു ആഗ്രഹം അമ്മയിലിട്ട് അരച്ചാറും പ്രത്യേകം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലിട്ട് അരക്കിലാണ് ഇപ്പോൾ പരിപാടി. ഞങ്ങളുണ്ടല്ലോ അപ്പുറത്ത് അമ്മയിലിട്ട് അച്ചാറിനെ കളിക്കുക. ആശാനിപ്പുറത്ത് പ്രഷർ കുക്കറിലെ ചിക്കനെ കലത്തിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറിന്റെ പരിപാടിയൊക്കെ പരിസമതിയിൽ എത്തിയിട്ടോ. അപ്പുറം നെയ്ച്ചോറിനുള്ള നെയ്യഭിഷേകം തുടങ്ങണേ ഉള്ളൂ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നെയ്ച്ചോറിന് അങ്ങനെ അവസാനമായിട്ട് അലങ്കാരപ്പണികൾ കഴിഞ്ഞപ്പോഴേക്കും അടുക്കളം മുഴുവൻ യുദ്ധക്കളം പോലെ കേട്ടോ. സംഭവം വാചകടിക്കുന്നല്ലോ കേട്ടോ. പാചകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരെ സമ്മതിക്കണല്ലേ. എന്തൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് പരിപാടികൾ തീർന്നു കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പരിപാടി എല്ലാം കഴിഞ്ഞാൽ അടുക്കള വൃത്തിയാക്കൽ എൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. ഓക്കെ ബൈ.